ഇന്ന് നമുക്കൊരു പഴയ ചിക്കൻ ഫ്രൈ കഥ പറഞ്ഞാലോ? പഴയതെന്ന് പറഞ്ഞാൽ കുറച്ച് വഴക്കുണ്ട് കേട്ടോ. എന്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അമ്മയൊരു വീട്ടമ്മ. അപ്പൊ അച്ഛന് വല്ലപ്പോഴും നല്ല ഓട്ടം കിട്ടുന്ന സമയത്ത് പൊതിയുടെ എണ്ണം കൂടും വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? കവിതാ ഹോട്ടലിലെ പുനലൂർ കവിതാ ഹോട്ടൽ എന്ന് പറയും. അവിടുത്തെ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ. അവിടെ അത് ഭയങ്കര ഫേമസ് ആയിരുന്നു, അന്ന് ക്യൂ ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്ന് കുരുപ്പുകളാണ്, ഞാനും എന്റെ 2 ട്വിൻസ് അനിയന്മാരും. അപ്പൊ ഞങ്ങൾ 3 പേരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അച്ഛൻ വരാനായിട്ട്. അപ്പൊ നല്ല അടിപൊളി മുരിഞ്ഞ പൊറോട്ടയും അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ട് അച്ഛൻ ഇങ്ങനെ വണ്ടിയും കൊണ്ടുവരുന്നത് നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസമാണ് ഈശ്വര. അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന പൊതി തുറക്കുമ്പോൾ കിട്ടുന്ന മണം അവിടെ മൊത്തം കാണും. അപ്പം ഇത് മൂന്നും ഒരുപോലെ വീതിച്ചില്ലെങ്കിൽ അവിടെ അടിനാശ വെള്ളപ്പൊക്കമായിരിക്കും. അതുകൊണ്ട് അമ്മയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അമ്മ ഇങ്ങനെ പ്ലേറ്റ് എടുത്ത് വെക്കും, ഓരോരോ പീസസ് എടുക്കും, കറക്റ്റ് പീസ് അളവിന് മുറിച്ചൊക്കെ ഞങ്ങൾക്ക് തരും കേട്ടോ. എന്നിട്ട് അന്നൊന്നും അറിയത്തില്ല അവര് കഴിച്ചില്ലയോ എന്ന് പോലും ഞങ്ങൾ ചോദിക്കാറില്ല. പിന്നെ വളർന്നപ്പോഴാണ് അതൊക്കെ തിരക്കി തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. നെക്സ്റ്റ് എന്നാണ് ഇനി ഈ സംഭവം നമുക്ക് കിട്ടുന്നത് ആലോചിച്ച് കിടന്നുറങ്ങും. അപ്പൊ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇന്ന് ചിക്കൻ കൊണ്ടുവന്നപ്പോ അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ ഞാൻ പഠിച്ച പണി 18 നോക്കി ആ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നോക്കിയെങ്കിലും അതിന്റെ 7 അയലക്കൊത്ത് വന്നില്ലെങ്കിൽ പോലും നമുക്കത് ആലോചിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈ ആക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് നമുക്ക് എപ്പോ എവിടെ പോയാലും നമുക്ക് കഴിക്കാം. നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും ഇന്നത്തെ കുട്ടികളൊക്കെ നമുക്ക് എവിടെ പോയാലും കഴിക്കാമല്ലോ. പക്ഷെ അന്ന് അങ്ങനല്ല, റെയറായിട്ടാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നത്. എന്റെ കാര്യം പറയാനാട്ടോ, എല്ലാവരെയും കാര്യം അറിഞ്ഞൂടാ. കൂടുതലും 90s കിഡ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളന്ന് എപ്പോഴും കടയിൽ പോയി കഴിക്കില്ലല്ലോ, എപ്പോഴെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. അതും ആ കവിതാ ഹോട്ടലിലെ ചിക്കൻ ഫ്രൈ ഞാൻ എടുത്ത് പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ള ഈ 2 അംഗങ്ങൾക്ക് കൊടുത്തപ്പം അവര് ഹാപ്പിയായി. വിച്ചുവിന്റെ കഴുത്തുളുക്കിയിരിക്കുന്നോണ്ടാണ് കേട്ടോ കട്ടില് തന്നെ ഇരിക്കുന്നത്. പിന്നെ തണുപ്പും കൂടെ ആണ്, അതുകൊണ്ട് കട്ടില് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ വയ്യാത്തോണ്ട് വിട്ടേക്കുന്നു. അച്ഛൻ കൊണ്ടുവരുന്ന പൊതിയുടെ രുചിയോ മണമോ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നതിന് കിട്ടത്തില്ല കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ആഹാരവും അച്ഛൻ കൊണ്ടുവരുന്ന പൊതിയും അതൊന്നും വേറെ തന്നെ. അച്ഛൻ കൊണ്ടുവരുന്ന ആ പൊതി ഇനി ഞങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ല ഇപ്പം, ഇനി ഒരിക്കലും കിട്ടത്തില്ല. പക്ഷെ ആ ഓർമ്മകൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും കാണുന്നത്. പറയുമ്പോൾ എനിക്ക് കുറച്ച് ചെറുതായിട്ട് എന്നെ കണ്ണു നിറയും, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതൊക്കെ മറന്നിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒന്നും അടുത്ത് വരില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ എന്റെ ഇന്നത്തെ ഒരു കഥ. എന്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പൊ ഓക്കെ.